തിരുവനന്തപുരത്ത് വഴിയരികിൽ നിന്ന് വിദ്യാർത്ഥിയെ അകാരണമായി മർദ്ദിച്ചു എന്ന ആരോപണം. 21-കാരനായ ചെറിയതുറ സ്വദേശി ഷാനു ലൂയിസിന് മുഖത്തും കൈക്കും പരിക്കേറ്റു. മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്നും പരാതിയുണ്ട്. വലിയതുറ പോലീസിനെതിരെ DGPയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ഞാൻ അവിടെ റോഡ് സൈഡ് നിൽക്കുമ്പോഴാണ് ആദ്യം ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ഓർഡറാന്ന് പറഞ്ഞു. ഓടാത്തതുകൊണ്ട് കുറുക്കിലാദ്യം ലാത്തി വെച്ച് അടിക്കുകയായിരുന്നു. അമ്മയെ പറ്റി അനാവശ്യം വിളിക്ക് പറയായിരുന്നു. എന്നിട്ട് ഓടാത്തതുകൊണ്ട് കയ്യിലടിച്ചായിരുന്നു. എൻ്റെ കയ്യിലടിച്ചിട്ട് ഫോൺ അടിച്ച് പൊട്ടിച്ചായിരുന്നു. എന്നിട്ട് ഫോൺ ഞാൻ റോട്ടിൽ വന്ന് വീണായിരുന്നു. ഫോൺ എടുക്കാൻ പോയപ്പോഴത്തേക്കും മുഖത്തിട്ട് ഓങ്ങി അടിക്കായിരുന്നു ലാത്തിയിട്ട്. കടയിൽ നിൽക്കുമ്പോഴാണ് അടിച്ചത്. അവർ അനാവശ്യമില്ലാതെ വന്ന് അടിക്കായിരുന്നു. ശംഖുദ്രിയിൽ നിന്ന് വലിയ സ്റ്റേഷനാണ്. അടുത്ത ഡ്രൈവർ എന്ന് പറഞ്ഞ സിബി എന്നാണ് പുള്ളിക്കാരനാണ് അടിച്ചത്. അല്ലമീനുണ്ട് വിശദാംശങ്ങളുമായി. അല്ലമീൻ, വലിയതുറ പോലീസിനെതിരെയാണല്ലോ പരാതി. നികേഷ്, അതാണ് കഴിഞ്ഞ 23-ാം തീയതി രാത്രി 8:30-ക്കാണ് ഈ സംഭവം നടന്നത് എന്നുള്ളതാണ് ഷാനു ലൂയിസ് ആരോപണമായി ഉന്നയിക്കുന്നത്. ഷാനുവും സുഹൃത്തും വഴിയരികിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും പോലീസ് വാഹനം, വലിയതുറ സ്റ്റേഷനിലെ പോലീസ് വാഹനം വന്ന് നിർത്തുന്നു. ചീത്ത വിളിച്ചുകൊണ്ട് ഓടടാ, ഇവിടെ നിൽക്കാൻ പാടില്ല, വീട്ടിലേക്ക് പോയെന്നുള്ള രീതിയിൽ വിരട്ടുന്നു. അപ്പോൾ അവർ ഓടാൻ തയ്യാറാവുന്നില്ല. ഇതിനിടയിൽ വാഹനത്തിലുണ്ടായിരുന്ന SI വാഹനത്തിലുണ്ടായിരുന്നു. പക്ഷേ ഡ്രൈവർ സിബി എന്ന് പറയുന്ന ഡ്രൈവർ ലാത്തിയുമായി പുറത്തിറങ്ങി വന്ന് കുറുക്കിലടിക്കുകയും പിന്നീട് കയ്യിലടിക്കുകയുമായിരുന്നു. കൈക്ക് മുറിവേറ്റിട്ടുണ്ട്. അതിൻ്റെ പാടുകൾ ഷാനു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കയ്യിലിരുന്ന മൊബൈൽ ഫോൺ തറയിൽ വീണ് നല്ല രീതിയിൽ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ആ മൊബൈൽ കുനിഞ്ഞെടുത്ത് നിവരുമ്പോഴേക്കും മുഖത്ത് ലാത്തിവീശി അടിച്ചു എന്നുള്ളതാണ്. മുഖത്ത്, മൂക്കിലും കവളത്തുമായി നല്ല പാട് കാണാനും സാധിക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങളൊക്കെ, നീര് വന്ന ചിത്രങ്ങളൊക്കെ എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇതിനുശേഷം ഇവരെ കടന്നു പോകുമ്പോൾ സ്കൂൾ വിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്ന ചില വിദ്യാർത്ഥികളെയും പോലീസ് ലാത്തിവീശി വിരട്ടി എന്നുള്ളതാണ് ഷാനു പറയുന്നത്. ഈ സംഭവത്തിന് കുറച്ച് മുൻപ് ആ പരിസരത്ത് ഒരു സംഘർഷമുണ്ടായിരുന്നു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ. അതിൽ ചില ആളുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വഴിയരികിൽ കൂട്ടം കൂടി നിന്ന ആളുകളെയൊക്കെ ഒഴിവാക്കി പോകുന്ന പോക്കിലാണ് ഈ വിദ്യാർത്ഥികൾക്ക് നേരെയും ഈ വിധത്തിലൊരു കൈത്തിരിപ്പ് പോലീസ് തീർത്തത് എന്നുള്ളതാണ് ഷാനു ആരോപിക്കുന്നത്. ഷാനുവിനെതിരെ നേരത്തെ ഏതെങ്കിലും കേസോ ആരോപണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമുള്ള ആളല്ല. ഈ സംഘർഷത്തിലും പങ്കാളിയല്ല. വീട്ടിലത്തേക്ക് സാധനം വാങ്ങി സുഹൃത്തിനൊപ്പം മടങ്ങിപ്പോകവെയായിരുന്നു ഈ വിധത്തിലൊരു അതിക്രമം പോലീസ് നടത്തിയത് എന്നുള്ളതാണ് വലിയതുറ പോലീസിനെതിരെ ഷാനു ആരോപണമായി ഉന്നയിക്കുന്നത്. അതിൻ്റെ ചികിത്സാരേഖകൾ അടക്കം കാണിച്ചുകൊണ്ട് DGPക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഷാനുവും കുടുംബവും. നികേഷ്, ശരി. വലിയതുറ പോലീസിനെതിരെ DGPയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. അല്ലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.